രഞ്ജിത്തും സൂചിപ്പിച്ചതുപോലെ ബദിയടുക്ക പഞ്ചായത്തിലെ ഒരു പൊതുജന വികാരമാണ് ഇന്നത്തെ ഈ സമരത്തിലൂടെ CPIM ഇവിടെ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ നിരവധി കാലമായി ബദിയടുക്ക പഞ്ചായത്തിന്റെ ഭരണത്തിലിരിക്കുന്ന UDFന്റെ നേതൃത്വം തങ്ങൾക്ക് ലഭിച്ച അധികാരം ജനകീയാസൂത്രണത്തിന്റെ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിൽ അമ്പേ പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനമായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായി 25 വർഷം അധികാരത്തിലിരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും ആ അധികാരത്തിന്റെ ഭാഗമായി ഫണ്ടും വികസനത്തിനുള്ള പദ്ധതികളുമെല്ലാം ലഭ്യമായിട്ടും നല്ല ഭാവനയോടുകൂടി പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ച് അത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ കാര്യമായ ഒരു സംഭാവനയും ചെയ്യാൻ കഴിയാത്ത കഴിവുകെട്ട ഒരു ഭരണ സംവിധാനമായി ബദിയടുക്ക പഞ്ചായത്തിലെ UDFന്റെ ഭരണം മാറിയിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാടിന്റെ ഭരണം നടത്തുന്നതിൽ അവർ പരാജയമാണെങ്കിലും സ്വന്തം കാര്യം നടത്തുന്നതിൽ അവർ കേമന്മാരുമാണ്. നാടിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടും സംവിധാനങ്ങളുമെല്ലാം സ്വന്തം സമ്പത്തും ആസ്തിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അടിച്ചു മാറ്റുന്നത്. അങ്ങനെ സ്വന്തം കാര്യം ചിന്താവാദം എന്നതിൽ കേമന്മാരായിട്ടുള്ള, എന്നാൽ പൊതുജന കാര്യങ്ങളിലും നാടിന്റെ അഭിവൃദ്ധിയിലും അങ്ങേയറ്റം കഴിവുകെട്ടവരും പരാജയപ്പെട്ടവരുമായ ഒരു ഭരണ സംവിധാനത്തിന്റെ ദുരന്തം നമ്മൾ പേറേണ്ടി വരികയാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഏതാണ്ട് ഒരു അവസാന കാലത്താണ് ഈ പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുന്നത്. 1930-കളിലൊക്കെയാണ് അന്നത്തെ മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന നമ്മുടെ ഈ സൗത്ത് കാനറ ജില്ലയിലൊക്കെ, അന്ന് കാസർഗോഡില്ല, സൗത്ത് കാനറ ജില്ലയാണ് മംഗലാപുരം ആസ്ഥാനമായി, ഇവിടെയെല്ലാം ഈ പഞ്ചായത്ത് ഭരണ സംവിധാനം നിലവിൽ വരുന്നത്. ഏതാണ്ട് ഇപ്പൊ ഒരു 100 വർഷത്തിലേക്ക് എത്തുകയാണ്. ആ നിലയിൽ പഴയ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന ബദിയടുക്കയിലും കുമ്പളയിലും എൻമകജയിലും കാസർഗോഡും എല്ലാമുള്ള ഭരണ സംവിധാനം. പക്ഷെ അന്നത്തെ ഭരണ സംവിധാനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണത്തിന് കാര്യമായി വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. സംസ്ഥാന ഗവൺമെന്റുകൾ നൽകുന്ന എന്തെങ്കിലും ചില ഔദാര്യം കൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയും ഒരേ കക്ഷിയായിരുന്നാൽ എന്തെങ്കിലും ചിലത് കിട്ടും എന്നുള്ളതല്ലാതെ വേറെ പഞ്ചായത്തുകൾക്ക് കാര്യമായ റോൾ ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനും മെമ്പർമാർക്കും നാട്ടിൽ വലിയ വിലയുണ്ട്. മരിച്ച വീട്ടിലോ കല്യാണ വീട്ടിലോ ഒക്കെ പോയാൽ ആളുകൾ പറയും പ്രസിഡന്റ് വന്നുകൊണ്ട് മെമ്പർ വന്നുകൊണ്ട് ഒരു കുർസി കൊടുക്കുന്നു. അതല്ലാതെ വേറെ അധികാരമോ ഫണ്ടോ ഒന്നും പഴയ കാലത്തെ മെമ്പർമാർക്ക് ഉണ്ടായിരുന്നില്ല, പഞ്ചായത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ 1996-ൽ VK നായനാർ മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ ഗവൺമെന്റാണ് അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും കേരളത്തിൽ നടപ്പിലാക്കുന്നത്. കേരളം രൂപീകരിച്ച് 1957 മുതൽ ഈ 96-97 വരെയുള്ള കാലയളവിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രാദേശിക വികസനത്തിന് ഒരു പുതിയ മാനവും പുതിയ ആകാശവും പുതിയ സ്വപ്നങ്ങളും നൽകിക്കൊണ്ട് LDF ഗവൺമെന്റ് അന്ന് ജനകീയാസൂത്രണവും അധികാര വികേന്ദ്രീകരണവും നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് വരെ സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ കൈവശമുണ്ടായിരുന്ന 100 കണക്കിന് അധികാരങ്ങൾ പഞ്ചായത്തുകൾക്ക് വിട്ടുകൊടുത്തു. നാട്ടിലെ ആശുപത്രികളുടെ നടത്തിപ്പ് പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. നാട്ടിലെ ശാലകളുടെ സ്കൂളുകളുടെ നടത്തിപ്പ് പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. അംഗനവാടികളുടെ നടത്തിപ്പ് പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. നാട്ടിലെ റൂറൽ റോഡുകളുടെ, ഗ്രാമീണ റോഡുകളുടെ പരിപാലന ചുമതല പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെ 100 കണക്കിന് അധികാരങ്ങളാണ്, വിവിധ വകുപ്പുകളുടെ കൈവശമുണ്ടായിരുന്ന അധികാരങ്ങളാണ് എത്രയോ കാലമായിട്ട് തിരുവനന്തപുരത്തും അതുപോലെ കളക്ടറേറ്റുകളിലുമെല്ലാമുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ കൈവശം വെച്ചിരുന്ന അധികാരങ്ങളാണ് നാട്ടിൻപുറത്ത് ഈ പഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾക്ക് ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ LDF ഗവൺമെന്റ് വിട്ടുകൊടുക്കുന്നു. അധികാരം മാത്രമല്ല വിട്ടുകൊടുത്തത്, ലഭിച്ച അധികാരം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന പണവും നൽകി.
ഓരോ വർഷവും സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് വരുന്ന പണത്തിൽ നിന്ന് ഏതാണ്ട് 25-26% തുക പഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി. അങ്ങനെ അധികാരം ഫണ്ടും നൽകിക്കൊണ്ട് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും മാതൃകയായ അധികാര വികേന്ദ്രീകരണമാണ് ജനകീയാസൂത്രണത്തിലൂടെ 1996-ലെ LDF ഗവൺമെന്റ്, EK നായനാർ ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അതോടുകൂടിയാണ് പഞ്ചായത്ത് ഭരണത്തിന് ഒരു പുതിയ കരുത്തും ഒരു പുതിയ സംവിധാനങ്ങളും നിലവിൽ വന്നത്. കുറെ കൂടി ഉദ്യോഗസ്ഥന്മാരെ ലഭിച്ചു, വലിയ അധികാരം ലഭിച്ചു. സംസ്ഥാനം ഏത് പാർട്ടി ഭരിച്ചാലും, പഞ്ചായത്ത് വേറെ പാർട്ടി ഭരിച്ചാലും, ആ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനസംഖ്യക്ക് ആനുപാതികമായി ഓരോ വർഷത്തെയും സ്റ്റേറ്റ് ബജറ്റിന്റെ ഭാഗമായി ഫണ്ടുകൾ അനുവദിക്കുന്ന രീതി വന്നു. അതിനു പുറമെ പഞ്ചായത്തുകളുടെ ഓൺ ഫണ്ട്, ബിൽഡിംഗ് ടാക്സ് ഉൾപ്പെടെയുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നികുതി പിരിവിലൂടെ പഞ്ചായത്തുകൾക്ക് തനത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നു. ഇങ്ങനെയെല്ലാം പഞ്ചായത്തുകളെ ശാക്തീകരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ ചെയ്തത്. ആ ജനകീയ ആസൂത്രണത്തിന്റെ ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ട് നമ്മൾ പിന്നിടുകയാണ്. നമ്മുടെ ജില്ലയിൽ ഈ കാസർഗോഡ്, പൊതുവെ കേരളത്തിൽ ഏറ്റവും പിന്നോക്കമാണ് കാസർഗോഡ് ജില്ല എന്ന് പറയും. പക്ഷേ ഈ ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇടീ കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള വലിയ ഭരണ മാതൃകകൾ, വികസന മാതൃകകൾ നമ്മുടെ ജില്ലയിലെ എത്രയോ പഞ്ചായത്തുകൾ തീർത്തു. ഞാൻ വരുന്നത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്താണ്. ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ, ജനകീയാസൂത്രണത്തിന്റെ ഈ 3 പതിറ്റാണ്ടിനിടയിൽ ഏതാണ്ട് ഒരു 10 തവണയെങ്കിലും കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകൾ അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്താണ് ചെറുവത്തൂർ. അങ്ങനെ ഒരു നേട്ടം അവിടെ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെ തൊട്ടടുത്ത് പിലിക്കോട് പഞ്ചായത്ത്, കയ്യൂർ ശിമേരി പഞ്ചായത്ത്, മടിക്കൈ ഗ്രാമപഞ്ചായത്ത്, കോടോംവേളൂർ പഞ്ചായത്ത്, പണത്തടി, പേടടിക്ക, കുറ്റിക്കോൽ, ഈ ജില്ലയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് വലിയ പറമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ദ്വീപ് പഞ്ചായത്ത്, ഒരു ഭാഗത്ത് കടല്, മറ്റൊരു ഭാഗത്ത് പുഴ, ചെറിയ പഞ്ചായത്താണ്. ഒരു 10-18,000 ജനസംഖ്യയുള്ള പഞ്ചായത്ത്. ആ പഞ്ചായത്താണ് കഴിഞ്ഞ 2 വർഷം തുടർച്ചയായി ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി നേടിയത്. നിങ്ങൾ നോക്ക്, ഇതേ അവസരവും ഇതേ സാധ്യതയുമാണ് ഈ ബദിയടുക്ക പഞ്ചായത്തിനും ഉണ്ടായത്. ഈ 30 വർഷത്തിനിടയിൽ ഇടീ കേരളത്തിൽ പോട്ട് ഈ കാസർഗോഡ് ജില്ലയിലെ ഒരു 1-ാം നമ്പർ പഞ്ചായത്താകാൻ, ഇല്ലെങ്കിൽ ഒരു 3-ാം നമ്പർ പഞ്ചായത്താകാനെങ്കിലും 25 വർഷം തുടർച്ചയായി UDF ഭരിക്കുന്ന ബദിയടുക്ക പഞ്ചായത്തിന് സാധിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി കഴിയാത്ത? ഏതെല്ലാം മേഖലയിൽ സംസ്ഥാന ഗവൺമെന്റും അതിന്റെ ഏജൻസികളും ഓരോ പഞ്ചായത്തിന്റെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഒരുപാട് പുരസ്കാരങ്ങൾ, അവാർഡുകൾ നൽകുന്നുണ്ട്. പഞ്ചായത്തുകളുടെ ഏറ്റവും നല്ല പെർഫോമൻസിന് സ്വരാജ് ട്രോഫിയുടെ അവാർഡുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിന് മഹാത്മാ പുരസ്കാരമുണ്ട്. പഞ്ചായത്തുകളുടെ സ്കൂളുകളുടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുരസ്കാരമുണ്ട്. ഒരു പഞ്ചായത്തിനകത്തെ കൃഷിയുടെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും കൃഷി വകുപ്പിന്റെയും പുരസ്കാരങ്ങളുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ, സ്ത്രീകളുടെ ശാക്തീകരണത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുടുംബശ്രീയുടെ പുരസ്കാരം നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു വർഷം ഒരു 10-15 പുരസ്കാരങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവയുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി നൽകുന്നുണ്ട്. നാട്ടുകാർ പറയുന്ന പോലെ പടച്ചോൻ സഹായിച്ചിട്ട് ഇന്ന് വരെ അമ്മാതിരി ഒരു പുരസ്കാരം ഈ ബദിയടുക്ക പഞ്ചായത്തിന് നേടേണ്ട ഒരു ഭാഗ്യവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുണ്ട് ചില കാര്യങ്ങൾ. ഏതെങ്കിലും ഒരെണ്ണം വയ്യ പോകുമ്പോഴെങ്കിലും തട്ടിട്ട് എന്നാ ഒരു കപ്പ് നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ബദിയടുക്ക പഞ്ചായത്തിലെ ആളുകൾക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരം ഇല്ലാതെ പോയി. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ മേന്മ നമുക്ക് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുരസ്കാരങ്ങൾ കിട്ടിയ കാസർഗോഡ് ജില്ലയിലെ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഇവിടെ ബദിയടുക്ക UDF ഭരിക്കുന്നത് പോലെ തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത്. അങ്ങനെ ഇടതുപക്ഷം ഭരിച്ചപ്പോൾ വെറുതെ അങ്ങനെ കിട്ടിയ ഭരണത്തിൽ കസേരയിൽ ഇരുന്ന് ചക്കരക്കുടം നക്കിത്തിന്നുന്ന ഏർപ്പാടല്ല ഈ ജില്ലയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കാണുന്നത്. അവിടുത്തെ ഫണ്ടും അധികാരവും ജനങ്ങൾക്ക് അനുഗുണമായി നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഏറ്റവും കാര്യക്ഷമമായി പ്രയോഗിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബെസ്റ്റ് പെർഫോമൻസിനുള്ള സ്വരാജ് ട്രോഫി അവാർഡുകൾ ഉൾപ്പെടെ, തൊഴിലുറപ്പ് പദ്ധതിയുടെ മഹാത്മാ പുരസ്കാരം ഉൾപ്പെടെ, കുടുംബശ്രീയുടെ പുരസ്കാരം ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ വലിയ നിലയിൽ മുന്നോട്ട് പോകുന്നു. എന്തേ അതിന് ഏതെങ്കിലും ഒരു നേട്ടം നമ്മുടെ ഈ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ
UDF ഭരിക്കുന്ന ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പതിയെടുക്കയുടെ മാത്രം ഗതികേടല്ല. നമ്മുടെ ജില്ലയിൽ ഈ കാസർഗോഡിന്റെ വടക്കൻ മേഖലയിലുള്ള 2 അസംബ്ലി മണ്ഡലങ്ങൾ കാലാകാലമായി UDF, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അതിന്റെ MLA-മാർ പ്രതിനിധീകരിക്കുന്നതാണ് മഞ്ചേശ്വരവും കാസർഗോഡും. ഇവിടുത്തെ നിരവധി പഞ്ചായത്തുകൾ UDF ആണ് സ്ഥിരമായിട്ട് ഭരിക്കുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പതിയെടുക്ക, എൻമകജെ, കുമ്പള, മംഗൽപാടി, മഞ്ചേശ്വരം, ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇന്നേ വരെ ഒരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. പതിയെടുക്ക പഞ്ചായത്തിന്റെ ഒക്കെ സാധ്യത നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയ നിലയിലുള്ളതാണ്. ഈ മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബജാറുകളിൽ, ടൗണുകളിൽ ഒന്നാണ്, ടൗൺഷിപ്പുകളിൽ ഒന്നാണ് പതിയെടുക്ക. അതിന്റെയൊക്കെ സാധ്യത ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും നിലയിൽ മാതൃകാപരമായ പദ്ധതികൾ തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു ആലോചന നടത്താൻ പോലും ഇവിടെ നേതൃത്വം നൽകുന്ന UDF-ന്റെ ഭരണസമിതികൾക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെ കട്ടുമുടിക്കാമെന്നുള്ളതല്ലാതെ ഏറ്റവും ഫലപ്രദമായ കാര്യക്ഷമമായ പദ്ധതി നിർവഹണം സാധിക്കും. പഞ്ചായത്തിന് ഓരോ വർഷവും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഫണ്ട് കിട്ടിയ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ പഞ്ചായത്താണ് തീരുമാനിക്കേണ്ടത്. ഓരോ വാർഡിലെയും ഗ്രാമസഭകൾ കൂടണം. ആ ഗ്രാമസഭകളിൽ വരുന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പഞ്ചായത്ത് തലത്തിലുള്ള വികസന സെമിനാറുകൾ സംഘടിപ്പിക്കണം. വികസന സെമിനാറിൽ വരുന്ന പ്രപ്പോസലുകൾ, നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതി ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള, ഒരു എക്കണോമിക് ഇയറിലേക്കുള്ള പഞ്ചായത്തിന്റെ ആനുവൽ പ്ലാൻ, വാർഷിക പദ്ധതി തയ്യാറാക്കണം. അതില് കൃഷിക്ക് എത്ര കൊടുക്കണം, അതില് പശുവിനെ വളർത്താൻ എത്ര കൊടുക്കണം, അതിൽ സ്കൂളുകൾക്ക് എത്ര കൊടുക്കണം, ആശുപത്രിക്ക് എത്ര കൊടുക്കണം, റോഡിന് എത്ര കൊടുക്കണം, പരിസ്ഥിതി സംരക്ഷണത്തിന് എത്ര കൊടുക്കണം, വീട് വെക്കാൻ എത്ര കൊടുക്കണം, എല്ലാം തീരുമാനിക്കേണ്ടത് ഈ പഞ്ചായത്താണ്. അതിനുള്ള അധികാരവും ഫണ്ടുമാണ് പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത്. പക്ഷെ ഇന്നേ വരെ അങ്ങനെ ഓരോ വർഷത്തെയും വാർഷിക പദ്ധതികൾ, ആനുവൽ പ്ലാൻ കൃത്യമായി ഈ പറയുന്ന പോലെ ഗ്രാമസഭകൾ കൂടി വികസന സെമിനാറുകൾ സംഘടിപ്പിച്ച് അങ്ങനെ പ്ലാനുകൾ ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ മാതൃകാപരമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുള്ള പഞ്ചായത്ത്. ഓരോ വർഷവും ഈ പഞ്ചായത്തിന് ലഭിക്കുന്ന സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്ന് 30% കാർഷിക മേഖലക്കാണ് നൽകേണ്ടത്. എന്നിട്ട് ഇവിടുത്തെ അടക്ക കർഷകർക്ക് എന്ത് ഗുണം കിട്ടി? ഇവിടുത്തെ മറ്റു കൃഷിക്കാർക്ക്, കാർഷിക ജനതയ്ക്ക് എന്ത് ഗുണം കിട്ടി? ഈ 25 വർഷവും ഓരോ കൊല്ലവും ഈ പഞ്ചായത്തിന് ലഭിച്ച ആകെ പ്ലാൻ ഗ്രാന്റിന്റെ 30% വീതം കാർഷിക മേഖലയ്ക്ക് നീക്കിവെക്കേണ്ടത് എടുത്തു കഴിഞ്ഞാൽ എത്ര കോടികളുടെ തുകയായി. എന്നിട്ട് അത് ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ബദിയടുക്കയിലെ കൃഷിക്കാരുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റം ഈ 30 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. ആ കാർഷിക മേഖലയിൽ എന്തെങ്കിലും മാതൃകാപരമായ ഒരു പ്രോജക്ട് ഉണ്ടായി. നിങ്ങൾ നോക്കി, ഇന്നലെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ ഏറ്റവും മികച്ച തെങ്ങ് ഏത് എന്നുള്ള പ്രഖ്യാപനം വന്നു. അവർ തെരഞ്ഞെടുത്തത് പേടകം തെങ്ങാണ്. പേടകം കുറ്റിക്കോൽ പഞ്ചായത്തുകളിൽ ആ മേഖലയിൽ ഉപയോഗിക്കുന്ന, അവിടെ കൃഷിക്കാർ ഉപയോഗപ്പെടുത്തുന്ന തെങ്ങ്, ആ തെങ്ങിന് വേണ്ടി, ആ തെങ്ങ് കൃഷിക്ക് വേണ്ടി അവിടുത്തെ പേടകത്തും കുറ്റിക്കോലിലും അധികാരത്തിലിരിക്കുന്ന LDF പഞ്ചായത്തുകൾ നടത്തിയിട്ടുള്ള, ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതികൾ നടത്തിയിട്ടുള്ള എഫക്റ്റീവായ ഇടപെടലിലൂടെ ഇന്നിപ്പോ 25 വർഷം കഴിയുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും മികച്ച ഉൽപാദനം നൽകുന്ന തെങ്ങായിട്ട് പേടകം തെങ്ങിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ നേട്ടം കാസർഗോഡ് ജില്ലയുടെ വളർത്തു വൃക്ഷമായിട്ട് പേടകം തെങ്ങിനെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് മിനിഞ്ഞാന്ന് കാസർഗോഡ് നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ എത്രയോ സാധ്യതയുള്ളതല്ലേ ബദിയടുക്കയിലെ കാർഷിക മേഖല. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ 10-25 വർഷമായി ഓരോ കൊല്ലവും കിട്ടുന്ന പ്ലാൻ ഗ്രാന്റിൽ നിന്ന് 30% വീതം കാർഷിക മേഖലയ്ക്ക് നീക്കിവെച്ചിട്ട് ഈ പഞ്ചായത്തിന് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് മറ്റൊരു 30% ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണ്. റോഡുകളുടെ വികസനം, അഭിവൃദ്ധി, അതുപോലുള്ള പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും നമ്മുടെ പഞ്ചായത്തിനകത്തെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി എന്താ? അത് മെച്ചപ്പെടുത്താൻ ഏതെങ്കിലും തരത്തിൽ കഴിയുന്നുണ്ടോ? ഓരോ കൊല്ലവും നല്ല മഴ പെയ്താൽ ഈ പഞ്ചായത്തിലെ റോഡുകളെല്ലാം പൊട്ടും. എന്താ കാര്യം? റോഡിന് പൈസ വെക്കാത്തതുകൊണ്ടല്ല. പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പൈസ ബദിയടുക്കയിൽ വെക്കുന്നത് റോഡിനല്ലാണ്. പക്ഷെ കാര്യം എന്താ? ആ നീക്കിവെച്ച പൈസ മുഴുവൻ റോഡിന് ചെലവാവില്ല. കോൺട്രാക്ടറും പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിലൂടെ
ഈ നീക്കിവെക്കുന്ന തുകയിൽ പകുതിയിലേറെയും പോക്കറ്റിലാക്കുകയാണ്. സാക്ഷാൽ റോഡിൽ വരുന്നില്ല. അതുകൊണ്ട് നല്ല കൊയ്ത്താണ് ഓരോ വർഷവും. പിന്നെയും വെച്ച റോഡുകൾക്ക് തന്നെ ഫണ്ട് നീക്കിവെക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ ഗ്രാമീണ റോഡുകൾ അഭിവൃദ്ധിപ്പെടുത്താൻ ഉപയോഗിക്കേണ്ട ഫണ്ടാണ് ഈ രീതിയിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് 25% തുകയെങ്കിലും വ്യാവസായിക മേഖലയിൽ ചെലവഴിക്കണം. ഏതെല്ലാം തരത്തിലുള്ള വ്യാവസായിക സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്ന പഞ്ചായത്താണ് നമ്മുടെ. നല്ലതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അടക്ക കൃഷിയുണ്ട്, അതുപോലെ കശുമാവ് കൃഷിയുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ നിലയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലെല്ലാം അങ്ങേയറ്റം അപമാനകരമായ സാഹചര്യമാണ് ഈ ബദിയടുക്ക പഞ്ചായത്ത് അധികാരത്തിലിരിക്കുന്ന ഈ UDF-ന്റെ ഭരണസമിതിയിൽ നിന്ന് കാലാകാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഓരോ വർഷത്തെയും ഗ്രാന്റുകൾക്ക് പുറമെ അതത് വർഷം LDF ഗവൺമെന്റ് 2016 മുതൽ പിണറായി സർക്കാർ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കും. അതിന്റെ ഗുണഫലവും ഈ പഞ്ചായത്തിന് ലഭിക്കുകയല്ലേ. ഇപ്പൊ കുമ്പളയിൽ നിന്ന് ബദിയടുക്ക വഴി മുള്ളേരിയിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, അത് ഏറ്റെടുത്ത് വലിയ നിലയിൽ വികസിപ്പിച്ചു. അതിന്റെ ഗുണം ബദിയടുക്ക ടൗണിന് ലഭിച്ചു. ആവശ്യത്തിനുള്ള സുരക്ഷാ വേലികൾ ഉണ്ടാക്കി, അവിടെ വലിയ വീതി കൂട്ടി നല്ല മെക്കാഡം ടാറിംഗ് നടത്താൻ വേണ്ടി കഴിഞ്ഞു. അതിന്റെ എല്ലാം ഭാഗമായിട്ട് കുമ്പളം മുതൽ ബദിയടുക്ക വരെ മുള്ളേരിയ വരെയുള്ള റോഡ് നല്ല നിലയിൽ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. അതിന്റെ തുടർച്ച ഉണ്ടാക്കേണ്ടത് ആ ബദിയടുക്ക ടൗണിനകത്ത് ഈ പഞ്ചായത്ത് ഭരണസമിതിയല്ലേ. ആ ടൗൺ വികസനം ഏറ്റവും പ്ലാനിങ്ങോടുകൂടി നടത്താൻ ഇത്രയും വർഷമായിട്ട് എന്തെങ്കിലും ഒരു ചെറുവിരൽ അടയ്ക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ചെറുമത്തൂർ പഞ്ചായത്തിൽ നിങ്ങളൊന്ന് വന്നിറങ്ങി നോക്കുക ടൗണിലേക്ക്. ഇതുപോലെ ഒരു വലിയ ടൗൺ തന്നെയാണ് ചെറുമത്തൂർ ടൗൺ. പക്ഷെ അവിടെ വന്നിറങ്ങിയാൽ ആ ടൗണിന്റെ വൃത്തി, അവിടെ ഈ പറഞ്ഞതുപോലെ സുരക്ഷാ വേലി PWD ഉണ്ടാക്കി. പക്ഷെ അവിടുത്തെ പഞ്ചായത്ത് ആലോചിച്ച് ഓരോ വ്യാപാരിയോടും സംസാരിച്ച് ആ വ്യാപാരികളോട് പറഞ്ഞ് അവരുടെ പീടികയുടെ മുന്നിലുള്ള ഭാഗം ആ പീടികക്കാർ ശുചീകരിക്കും എല്ലാ ദിവസവും. അതിന്റെ ഭാഗമായിട്ട് ഈ ഫുട്പാത്തിലുടനീളം നല്ല ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഏറ്റവും മനോഹരമാക്കിയിരിക്കും, ഏറ്റവും ഗംഭീരമായിട്ട്. ചെടിച്ചട്ടിയൊന്നും PWD തരില്ല. PWD നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഫുട്പാത്തും വെച്ച് അതിനൊരു സുരക്ഷാ വേലി നിർമ്മിച്ചിട്ട് അവര് പോകും. പക്ഷെ ആ ടൗൺ പിന്നെ ഏറ്റവും മാതൃകാപരമാക്കുന്നത് ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാഴ്ചപ്പാട്. അങ്ങനെ ഒന്നും ഇന്നേ വരെ ആലോചിക്കാൻ വേണ്ടി കഴിയും. ഏതെങ്കിലും തരത്തിൽ അത്തരം സംവിധാനങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ക്ലീൻ സിറ്റി, ക്ലീൻ കേരള എന്ന് പറയുന്നത് കേരളത്തിന്റെ മുദ്രാവാക്യം, ഒരു ശുചിത്വ കേരളം. അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഇടപെടൽ നടത്താൻ നമ്മുടെ പഞ്ചായത്തിനകത്ത് സാധിച്ചിട്ടുണ്ട്. എത്രയേറെ സാധ്യതകൾ ഇങ്ങനെ ഓരോ മേഖലയിലും എടുത്തു കഴിഞ്ഞു. കായിക മേഖലയിൽ നേരത്തെ ഇവിടെ സൂചനകൾ നൽകി. സ്പോർട്സിന് വേണ്ടി കെട്ടിയ ഇൻഡോർ സ്റ്റേഡിയം അതിപ്പോ ഗോഡൌൺ ആക്കി മാറ്റി. ഇമാതിരി ആശാമാരെ കാണണമെങ്കിൽ നരകത്ത് പോയാൽ പോലും കാണില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കും, അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവും. നമ്മൾ വേറെ ഉപയോഗശൂന്യമായ എന്തെങ്കിലും ഒരു കെട്ടിടമൊക്കെ പിന്നീട് ഗോഡൌൺ ആക്കി മാറ്റുന്നത് മനസ്സിലാക്കാം. ഇന്നത്തെ കാലത്ത് സ്പോർട്സിന് കെട്ടിയ ഒരു സ്ഥാപനം ഉപയോഗശൂന്യമാകില്ല. നമ്മുടെ നാട്ടിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും അത്രയേറെ കായിക രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മേഖല എന്ന് പറഞ്ഞാൽ സ്പോർട്സിന്റെ കാര്യത്തിൽ ഓരോ നാട്ടും പുറത്തും ക്ലബുകൾ ഉണ്ടാക്കി അത്രയേറെ താല്പര്യം നടത്തുന്ന ഒരു നാട്ടിൽ, അത്തരം ഒരു നാട്ടിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തി തുടങ്ങി കെട്ടിയ സ്ഥാപനം എന്നിട്ട് ഗോഡൌൺ ആക്കണമെങ്കിൽ ഇവര് വല്ലാത്ത തലച്ചോറുള്ളവരാണ്. അതൊക്കെ ഈ പുതിയ മെഡിക്കൽ കോളേജ് വരുന്നുണ്ടല്ലോ, അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില തലച്ചോറുകളൊക്കെ ആവശ്യമുണ്ട്. നമ്മുടെ ബദിയടുക്ക പഞ്ചായത്തിലെ UDF ഭരണസമിതിയുടെ ആളുകളുടെ തലച്ചോറ് നമ്മൾ ഊക്കിലെടുക്കാൻ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് നല്ല ഉപകാരപ്രദമാണ്. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നിങ്ങൾ നോക്ക്. നമ്മുടെ സ്കൂളുകളെ കുറിച്ചുള്ള വാർത്താപത്രങ്ങളിൽ വരുന്നില്ല. നമ്മുടെ ജില്ലയിൽ തന്നെ ഗവൺമെന്റ് ശാലകൾ എത്ര മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്നു. ആ ഓരോ സ്കൂളിലും പുതിയ കെട്ടിടങ്ങൾ, അവിടെ പുതിയ സംവിധാനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ പാർക്ക്,
ലൈബ്രറി, ലബോറട്ടറി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ അത് ശരി വേറെ പഞ്ചായത്തിന്റെ മുക്കിലാണ് സ്കൂളുകളൊക്കെ. നിങ്ങൾ ആലോചിച്ചു, ലോകത്തിന് മാതൃകയായി തീരുക നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ എത്ര ഗംഭീരമായിട്ട് മാറുകയാണ്. ഇതിനെല്ലാം സാധ്യത കൊടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിന്റെ ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടുള്ള LDF-ന്റെ കാഴ്ചപ്പാട്. ഈ കഴിഞ്ഞ മാസം ഈ സെപ്റ്റംബർ തിങ്കളിൽ RSSന്റെ ഏറ്റവും വലിയ ഒരു നേതാവ്, അതിന്റെ പരമാധികാരി ഉണ്ടല്ലോ മറ്റേ സർസംഘ ചാലക്, ആ മോഹൻ ഭാഗവത് കഴിഞ്ഞാൽ 3ാമത്തെ റാങ്കിലുള്ള RSSന്റെ മേധാവി, അയാളും ഭാര്യയും കൂടി ഒരു ടൂറിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നു. നമ്മളെ എറണാകുളം, കോട്ടയം, കുമരകം, ആലപ്പുഴ ഇവിടെയൊക്കെയാണ് പോയത്. അവരൊരു ടാക്സി കാർ പിടിച്ചിട്ടാണ് പോയത്. അപ്പൊ അവരിങ്ങനെ സഞ്ചരിക്കുമ്പോ ഇങ്ങനെ നോക്കുകയാണ്, കുമരകത്ത്, ആലപ്പുഴയിൽ, എറണാകുളത്തൊക്കെ ഉള്ളില് ഗ്രാമീണ റോഡുകളിലൂടെയൊക്കെ പോവുകയാണ്. അവര് 2 സൈഡിലേക്കും തൂക്കി. ഏടിയും ചാണകം കാണുന്നില്ല, ഏടിയും ചെളി കാണുന്നില്ല, ഏടിയും മാലിന്യം കാണുന്നില്ല. അപ്പൊ ഈ RSSന്റെ നേതാവ് ഡ്രൈവറോട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഒന്നും വേസ്റ്റ് ഒന്നും കാണാത്തത്? അയാൾ പറഞ്ഞു, ശരി, ഇത് നമ്മ കേരളം, നല്ല വൃത്തിയുള്ള കേരളം. പിന്നെ കുറെ മുമ്പോട്ട് പോയി. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുന്നു, നല്ല കുടിച്ച് നല്ല ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പൊ ഈ RSS നേതാവ് ചോദിക്കാണ്, ഇവിടെ ഇങ്ങനെ വില്ലേജിൽ ആളുകൾ കുപ്പായും ഡ്രസ്സും ഇട്ടിട്ട് നടക്കും. അത്ഭുതമാണ്. അയാൾ വരുന്നത് ഉത്തരേന്ത്യയിൽ നിന്നാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നമുക്കറിയാം, അവിടുത്തെ വില്ലേജുകളിൽ, ഗ്രാമങ്ങളിൽ മഹാഭൂരിപക്ഷം മനുഷ്യർക്ക് എന്തുണ്ടാവില്ല, കുപ്പായൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ ഒരു തുണി കോണകം പോലെ എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ ഈ RSSന്റെ നേതാവ് ചോദിക്കുകയാണ്, ഇവിടെ വില്ലേജുകളിൽ ആളുകളെല്ലാം സദാസമയം നല്ല ഡ്രസ് ഇട്ടിട്ട് നടക്കും എന്ന്. അതൊക്കെ അത്ഭുതമാണ്. കാരണം എന്താ, മൂപ്പർ കേരളത്തെ കുറിച്ച് കണ്ടത് വേറൊരു സിനിമയാണ്, ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് RSSന്റെ ആളുകൾ പൈസ കൊടുത്തൊരു സിനിമ ഉണ്ടാക്കി നമ്മളെ കേരളത്തെ കുറിച്ചിട്ട്. കേരളം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ ഹിന്ദുക്കളെ മതം മാറ്റുകയാണ്. മാപ്പിളാറ് വന്നിട്ട് ഹിന്ദു പെണ്ണുങ്ങളെ പ്രേമിക്കും, എന്നിട്ട് എല്ലാത്തിനും മതം മാറ്റുകയാണ്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 30,000 ഹിന്ദുക്കളെ മതം മാറ്റി എന്നെല്ലാം പറഞ്ഞ് കള്ളക്കഥയുണ്ടാക്കി കേരളത്തെ കുറിച്ച് മഹാമോശം കാര്യങ്ങളുള്ള ഒരു സിനിമയാണ് RSSന്റെ ആളുകൾ കൂടി കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. മോഡിയുടെ ഗവൺമെന്റ് ബെസ്റ്റ് സിനിമക്കുള്ള അവാർഡ് ആ സിനിമക്ക് കൊടുക്കുകയും ചെയ്തു. ആ സിനിമ കണ്ടിട്ടാണ് RSSന്റെ സർസംഘചാലക് ഈട വരുന്നത്. അയാൾ എന്നിട്ട് നോക്കുമ്പോഴേക്ക് ഇമാമിനൊന്നും കാണുന്നില്ല. ഈട മുസ്ലിമും ക്രിസ്ത്യാനിയും സോജറും ഹിന്ദുവും എല്ലാം ഒരുമിച്ച് നടക്കും. വലിയ ബ്രാഹ്മണർ തൊട്ട് ദളിതം വരെ ഒരുമിച്ച് തോളത്ത് കൈയിട്ട് നടക്കുന്നു. അവരെല്ലാം നല്ല വൃത്തിയിൽ നടക്കുന്നു. നാടിന് നല്ല വൃത്തി. അയാൾ തെക്കൻ കേരളം മാത്രമാണ് സന്ദർശിച്ചത്. എന്നിട്ട് തിരിച്ച് 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, അടുത്ത കൊല്ലം ഞാൻ വീണ്ടും വരും, നീ വടക്കൻ കേരളത്തിലേക്ക് എന്നെ കൊണ്ടോണം, ആടെയും കൂടി എനിക്ക് കാണണം. പക്ഷെ ആ ഡ്രൈവറെ നമ്പർ നമ്മൾ തപ്പിപ്പിടിക്കണം. ദൗർഭാഗ്യവശാൽ അയാളെ ഏടെ കൊണ്ടുവരാൻ പാടില്ല, പതിയെടുക്കൽ കൊണ്ടുവരാൻ പാടില്ല. പതിയെടുക്കൽ കൊണ്ടുവന്നാൽ ഈ കേരളത്തെ കുറിച്ച് ആ RSS നേതാവിനുണ്ടായ ഇതുവരെ ഉണ്ടായ എല്ലാം മാറിപ്പോയി. അതുകൊണ്ട് പതിയെടുക്ക ഒഴിച്ചില്ല കേരളത്തിലേക്ക്, വടക്കൻ കേരളത്തിലേക്ക്, കണ്ണൂരേക്കും കാസർകോട്ടേക്കും കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. സംസ്ഥാന ഗവൺമെന്റ് തൊട്ട് പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറയുന്ന പഞ്ചായത്തുകൾ വരെ ഏറ്റവും നല്ല നിലയിൽ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു. കേരളം ഭരിക്കുന്നത് LDF. പക്ഷേ കുമ്പള പതിയെടുക്കാൻ റോഡിന് പൈസ കൊടുക്കാൻ LDF ഗവൺമെന്റിന് പ്രശ്നമുണ്ടായി. ചെർക്കള പെർള പെർള റോഡിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പണം വെച്ചു. അത് PWD ടെൻഡർ ചെയ്തു. UDF-കാരെല്ലാം ഒക്കെ ചങ്ങായിയായിട്ടുള്ള ഒരു കോൺട്രാക്ട് അതിന്റെ ടെൻഡറും എടുത്തു. പക്ഷെ പണി വേണ്ടത്ര നടക്കുന്നില്ല. ആരാണ് വേണ്ടത്? ഇവിടെ UDF-ന്റെ നേതാക്കൾ പറഞ്ഞു, ചെർക്കള പെർള റോഡ് ബാക്കി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ചെർക്കള പെർള റോഡ് LDF റെഡിയാക്കുന്നില്ല. പക്ഷെ ആരാക്കേണ്ടത്? ഗവൺമെന്റ് പണം കൊടുത്തു. ആ പണം കൊടുത്തതിന്റെ ഭാഗമായിട്ട് PWD വകുപ്പിന്റെ എഞ്ചിനീയർമാർ അതിന്റെ പ്ലാൻ ഉണ്ടാക്കി, അതിന്റെ ഡിസൈൻ തയ്യാറാക്കി, അത് ടെൻഡർ ചെയ്തു. കോൺട്രാക്ടർ അതെടുത്തു, PWD-യുമായിട്ട് കരാറ് വെച്ചു. പിന്നെ തന്റെ മണ്ഡലത്തിലെ ഇത്തരം പ്രവർത്തനങ്ങൾ ദൈനംദിനം മോണിറ്റർ ചെയ്ത് അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഇടപെടേണ്ടതാണ് ഈ കാസർഗോഡിന്റെ MLA അല്ലേ. മൂപ്പർ എന്ത് പണിയാണ് എടുക്കുന്നത്? NH നല്ല ജോറാണ്. മൂപ്പറെ കൂടെ നിങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണം ഭക്ഷണം കിട്ടും. സുബേർ
മൂപ്പർ പുറയിൽ തന്നെ കൊണ്ടുവരും. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടിയിലുണ്ടെങ്കിൽ ഒരു 4-5 പിന്നെ പത്തിരിയും ഇറച്ചിയും പൊരിച്ചതെല്ലാം കൊണ്ടുവരും. പക്ഷെ നാട്ടിലെ റോഡ് നന്നാക്കണം, ആ പണി നോക്കണം. അത് ചെയ്യുന്നതിന് പകരം LDF സർക്കാരിനെതിരെ കുതിര കയറിയിട്ട് വല്ല കാര്യമുണ്ട്? പഞ്ചായത്തിൽ നിന്ന് ഒരു വാർഡിലേക്ക് റോഡിനുള്ള ഫണ്ട് വെച്ചു, അല്ലെങ്കിൽ അവിടെ അംഗനവാടി കെട്ടിടത്തിന് ഫണ്ട് വെച്ചു. പിന്നെ ആ വാർഡിനകത്ത് ആ പണി സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ചുമതലയേൽക്കാം ആ വാർഡിന്റെ മെമ്പർക്കല്ലേ. അതുപോലെയല്ലേ കാസർഗോഡ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള ഈ ചെർക്കള പെർള റോഡ് അത് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് LDF ഗവൺമെന്റ് പണം തന്നു, ടെൻഡർ ചെയ്തു, കോൺട്രാക്ടർ വെച്ചു, അതിന്റെ എഗ്രിമെന്റും വെച്ചു. ആ പണി സമയബന്ധിതമായി നടപ്പിലാക്കാൻ എന്തെങ്കിലും ഒരു ഇടപെടൽ സ്ഥലം MLA എന്നുള്ള നിലയിൽ കാസർഗോഡിന്റെ MLAക്ക് നടത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിന്റെ മുത്താപ്പയല്ലേ ഈ വലിയടുക്ക പഞ്ചായത്തിലെ UDFന്റെ മുത്താപ്പയല്ലേ MLA എന്ന് പറയുന്നത്? പിന്നെ അങ്ങനെയല്ലേ വരും ചക്കിക്കൊത്ത ശങ്കരൻ എന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ നാട്ടിന്റെ വികസനത്തിന് പുരോഗതിക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്. അവിടെ UDF ആണോ LDF ആണോ എന്ന് നോക്കിയിട്ടല്ല പിണറായി സർക്കാർ ഈ നാടിന്റെ വികസന കാര്യത്തിൽ ഇടപെടുന്നത്. ഇപ്പൊ നേരത്തെ കഴിഞ്ഞ കൊല്ലം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 21 മന്ത്രിമാരും ഒപ്പം സഞ്ചരിച്ച് ഓരോ അസംബ്ലി മണ്ഡലത്തിലും പോയി നവകേരള സദസ്സ് സംഘടിപ്പിച്ചു. അന്ന് മഞ്ചേശ്വരത്തെ MLA, കാസർഗോഡിന്റെ MLA UDF-കാർ പറഞ്ഞു, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു, ഇത് LDF-ന്റെ പൊളിറ്റിക്കൽ അജണ്ടയാണ്, അതുകൊണ്ട് നവകേരള സദസ്സിന് ഞങ്ങൾ വരുന്നില്ല. അവർ വന്നില്ല, ബഹിഷ്കരിച്ചു. പക്ഷെ നവകേരള സദസ്സിന്റെ ഭാഗമായി UDF ബഹിഷ്കരിച്ചെങ്കിലും കാസർഗോഡും മഞ്ചേശ്വരത്തും മുഖ്യമന്ത്രി വന്നപ്പോൾ 10,000-കണക്കിന് ജനങ്ങൾ ഒത്തുകൂടി. അവര് 100 ഹർജികൾ, നിവേദനങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അതെല്ലാം പരിശോധിച്ചിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു ഓരോ മണ്ഡലത്തിലേക്കും 7 കോടി രൂപ ഈ നവകേരള വികസന സദസ്സിന്റെ ഭാഗമായി ലഭിച്ച ആവശ്യങ്ങൾ പരിഗണിക്കാൻ നൽകാം. അപ്പൊ മുഖ്യമന്ത്രിക്ക് കിട്ടിയ നിവേദനത്തിന്റെ കോപ്പിയെല്ലാം തിരികെ MLA-മാർക്ക് കൊടുത്തു, ലിസ്റ്റാക്കിയിട്ട്. എന്നിട്ട് MLA-മാരോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് ഒരു പ്രിഫറൻസ്, ഒരു മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കി തരണം. 7 കോടി രൂപ നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് തരാം. കാസർഗോഡ് MLA-ക്ക് കൊടുത്തു. നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് 7 കോടി രൂപ ഈ നവകേരള വികസന സദസ്സിന്റെ ഭാഗമായി ലഭിച്ച ആവശ്യങ്ങൾ പരിഗണിക്കാൻ എനിക്ക് തന്ന നിവേദനത്തിന്റെ ഭാഗമായി കിട്ടിയ ആവശ്യങ്ങൾ ഇതോടൊപ്പമുണ്ട്, നിങ്ങൾ നോക്കി പ്രിഫറൻസ് നിശ്ചയിച്ചു തരണം. 7 കോടി രൂപയിൽ ഒരു ചില്ലി കാശ് വെച്ചു. ഒരൊറ്റ ഉറുപ്പിയില്ലല്ലോ, പതിയെടുക്കാൻ പഞ്ചായത്തിനില്ല. നിങ്ങൾ ആലോചിച്ചു, ഒരൊറ്റ ഉറുപ്പിയെ നീക്കി വെച്ചിട്ട്. പിന്നെ എന്ത് വികസനമാണ് UDF-ന്റെ MLA ആയാലും UDF-ന്റെ ഭരണസമിതി ആയാലും ഈ ബദിയടുക്കിയോട് ചെയ്യുന്നത്? ഇടതുപക്ഷ സർക്കാർ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി പഞ്ചായത്ത് തൊട്ട് MLA വരെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഫണ്ടും അധികാരവും നൽകിയിട്ടും നമ്മുടെ നാടിന്റെ ഈ ബദിയടുക്കയുടെ സമഗ്രമായ വികസനത്തിനു വേണ്ടി ഒരു തരത്തിലും ഫലപ്രദമോ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ അവർ തയ്യാറാകുന്നില്ല. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ നിലയിലുള്ള ജനകീയ പ്രക്ഷോഭം ഉയരേണ്ടത്. ഇവര് മാറാൻ തയ്യാറാകുന്നില്ല. ഇവര് മാറാൻ തയ്യാറല്ലെങ്കിൽ ഈ ഭരണത്തെ തന്നെ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ജനകീയ സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ആ നിലയിൽ നമുക്ക് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി വലിയ നിലയിലുള്ള ജനകീയമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സഖാക്കൾ കഴിഞ്ഞ ഞായറാഴ്ച ഈ പഞ്ചായത്തിൽ നടത്തിയ പ്രചരണ ജാഥയും ഇന്നിവിടെ നടത്തിയിട്ടുള്ള ഈ പഞ്ചായത്ത് ഓഫീസ് ധർണാ സമരത്തിലും പങ്കെടുത്ത എല്ലാ സഖാക്കളെയും CPIM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുക.